സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സിനിമാ മേഖലയിലെ ഗൗരവതരമായ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ അത് ചർച്ചയാക്കുന്നതിനു പകരം നടക്കുന്നത് സർക്കാരിനെതിരെ തിരിക്കാനുള്ള സംഘടിത ശ്രമം. വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ ഉദ്യോഗസ്ഥ ഒഴിവാക്കിയതിനെയും സർക്കാരിന്റെ തലയിൽ വെച്ചുകെട്ടാനാണ് നീക്കം നടന്നത്. വിജയൻ വായാന്തോട് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിജയ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള എലമെന്റുകൾ ഒക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ വ്യാജ പ്രചരണം അല്ലെങ്കിൽ സർക്കാരിന് ഇതിന് പരിപൂർണമായ ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയ്ക്ക് പ്രചാരണം നടത്താനുള്ള ശ്രമങ്ങൾ എന്നത് സംബന്ധിച്ച് ഇന്നലെ മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് വരുന്നതാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ താരസംഘടനയുടെ നിലപാട് വന്നിരിക്കുന്നു. അതിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. പല താരങ്ങൾ പല കോണുകളിൽ നിന്ന് പറയുന്ന അഭിപ്രായങ്ങൾ തമ്മിൽ ഒരു ഏകീകരിച്ച ഒരു സ്വഭാവമില്ല. ഇതിനെതിരെ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് അഭിസംബോധന ചെയ്യേണ്ട വിഷയമെന്നിരിക്കെ വീണ്ടും സർക്കാരിനെ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലും നടക്കുന്നത്? കാവ്യ, തീർച്ചയായും ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് ഇങ്ങനെയൊരു കമ്മിറ്റിയെ വെച്ചത് ആരാണ് എന്നുള്ളതാണ്. അത് LDF സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അത് ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത് പഠിച്ചത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണം, അതായിരുന്നു സർക്കാരിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന് പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ള ദിലീപിൻ ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ട കേസുകൾ ഉൾപ്പെടെയുണ്ട്. പ്രമുഖരായിട്ടുള്ള പല താരങ്ങൾക്കെതിരെ ഇത്തരത്തിൽ പല ആരോപണങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ഇങ്ങനെ പൂർണ്ണമായിട്ടുമല്ലെങ്കിലും പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ലൊക്കേഷനുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായ അസമത്വം നിലനിൽക്കുന്നു, അവർക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ വിഷയം പഠിക്കാനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുടെ തലവയായാണ് ഈ ജസ്റ്റിസ് ഹേമയെ നിയോഗിക്കുകയും ചെയ്യുന്നത്. 3 അംഗ കമ്മിറ്റിയുണ്ട്. അതിൽ ശാരദയുണ്ട്, IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ 3 പേരെ നിയമിച്ചുകൊണ്ട് ഈ വിഷയം പരിപൂർണമായി പഠിക്കണം, അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് സർക്കാർ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഠന റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു കോൺക്ലേവ് ഉൾപ്പെടെ സംഘടിപ്പിച്ച് സിനിമാ നയം രൂപീകരിക്കാനുള്ള നീക്കമൊക്കെ സർക്കാർ ആരംഭിക്കുകയും ചെയ്യുന്നത്. നവംബറിലാണ് സിനിമാ നയവുമായി ബന്ധപ്പെട്ട് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അതിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പലതും ചർച്ചയാക്കപ്പെടും. സിനിമാ മേഖലയിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിശാലമായ തരത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അത് വിവരാവകാശ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ തടയുന്നു, അത് നൽകരുത്, അതിൽ സ്വകാര്യത ഹനിക്കുന്ന പല ഭാഗങ്ങളുമുണ്ട്. അത് മൊഴി നൽകിയവരുടെയും ഒപ്പം തന്നെ മൊഴിയിൽ പരാമർശിക്കപ്പെടുന്നവരുടെയും സ്വകാര്യത ഹനിക്കപ്പെടും. അതുകൊണ്ട് അത് പുറത്തുവിടേണ്ട എന്ന് തീരുമാനിച്ചത് വിവരാവകാശ കമ്മീഷനാണ്. അതിനുശേഷം അത് പുറത്തുവിടാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അത് തടയണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി പോകുന്നു. ആ ഹർജി 2 തവണ മാറ്റിവെക്കുന്നു. അതിനുശേഷം വീണ്ടും അത് പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ ഇത് പുറത്തുവിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒരു ഹർജി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നു. അവരും ആ ഹർജി തള്ളിക്കൊണ്ട് പുറത്തുവിടാം, പക്ഷേ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ നേരത്തെ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയതിന് സമാനമായ രീതിയിൽ തന്നെ പുറത്തുവിടേണ്ടതില്ല എന്ന കാര്യം ഹൈക്കോടതിയും വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ആ പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ചർച്ച എന്ന് പറയുന്നത് ചില ഭാഗങ്ങൾ, അതായത് 97നും 108നും ഇടയിലുള്ള പേജുകൾക്കിടയിൽ ഉള്ള 11 പാരഗ്രാഫുകൾ കൂടുതലായി ഒഴിവാക്കപ്പെട്ടു. അത് സർക്കാർ പൂഴ്ത്തിയതാണ്. അതിൽ പ്രധാനപ്പെട്ട എന്തോ രഹസ്യങ്ങളുണ്ട്, അതുകൊണ്ട് സർക്കാരിന് എന്തോ താല്പര്യത്തിൻ്റെ ഭാഗമായി അത് പൂഴ്ത്തി എന്നുള്ളതായിരുന്നു ഇന്നലെ രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആരോപണം. നമ്മൾ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രേക്ഷകരോടും പൊതുസമൂഹത്തോടും. അതിൽ പ്രധാനമായും എടുത്തു കാണേണ്ട കാര്യം വിവരാവകാശ കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത് താൻ ഇത് പൂർണ്ണമായും വായിച്ചു നോക്കിയ ശേഷം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട പേജുകൾ ഒഴിവാക്കണം. അതിനുശേഷം ഈ വിവരാവകാശ കമ്മീഷന് കീഴിലുള്ള സാംസ്കാരിക വകുപ്പിലെ ഇൻഫർമേഷൻ ഓഫീസർ, വിവരാവകാശ കമ്മീഷന് തന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥയാണ്, അവരോട് തന്നെ വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെടുന്നു ഇതിൽ താൻ വായിച്ചതിനപ്പുറം ഏതെങ്കിലും രീതിയിൽ ഉള്ള സ്വകാര്യത ഹനിക്കപ്പെടുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കി വേണം ഈ വിവരാവകാശ നിയമപ്രകാരം നൽകിയ കത്തിന് മറുപടി നൽകാൻ. 5ഓളം വരുന്ന
എന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ എന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷനുടെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 11 പാരഗ്രാഫുകൾ ഒഴിവാക്കപ്പെട്ടത്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ വന്ന വാർത്ത എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമായും ഇതാണ്: സർക്കാർ ഈ 11 പാരഗ്രാഫുകൾ പൂഴ്ത്തി എന്നുള്ളതാണ്. അതിനുശേഷം സിനിമാ മേഖലയിലെ അമ്മ സംഘടനയുടെ പ്രതികരണമുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് സിദ്ദീഖിൻ്റെ പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തണമായിരുന്നു. ഇതിൽ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണം, അവർ അഗ്നിശുദ്ധി വരുത്തണം എന്നതുൾപ്പെടെയുള്ള നിലപാടുകൾ വരുന്നു. നേരത്തെ തന്നെ അമ്മ സംഘടനക്കകത്ത് തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നമ്മൾ സാലി മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ അടുത്ത വിവാദത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിവരാവകാശ ഈ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമർപ്പിച്ച സമയത്ത് ഇതിൽ സ്വകാര്യത ഹനിക്കപ്പെടുന്ന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ അത് പുറത്തുവിട്ടാൽ അവർക്ക് പൊതുസമൂഹത്തിനിടയിൽ വലിയ തരത്തിലുള്ള പേരുദോഷമുണ്ടാകും. ഒപ്പം തന്നെ മൊഴി നൽകിയ ആളുകൾ ആരെന്ന് വ്യക്തമാക്കപ്പെടും. അത് മൊഴി നൽകിയ ആളുകൾ തന്നെ വ്യക്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു പരാതി നൽകി അതൊരു നിയമ നടപടിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യമൊക്കെ ഹേമ കമ്മിറ്റി തന്നെ സർക്കാരിനോട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇന്നത്തെ വിവാദം ഈ ഹേമ കമ്മിറ്റി അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒരു ഭാഗത്തും മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെ വ്യക്തമാക്കിയത് ഹേമ കമ്മിറ്റി ഒരിടത്തും ഈ കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഇതിലൊരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രധാനമായും എടുത്തു കാണേണ്ടത് സർക്കാർ ഇങ്ങനെയൊരു കമ്മിറ്റി വെച്ചത് പഠന റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ആ പഠനം നടത്തി എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് എന്ന് വ്യക്തമാകണം സർക്കാരിന്. അതുകൊണ്ട് തന്നെ നേരിട്ട് സർക്കാർ ഒരു കമ്മിറ്റിയെ വെക്കുന്നതിന് പകരം ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ തന്നെ അതിന് നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഒരു പഠനം നടത്താൻ സിനിമാ മേഖലയിലെ ഒരു മുതിർന്ന ഒരു നടിയെ തന്നെ അതിന് കമ്മിറ്റി അംഗമായി വയ്ക്കുന്നു. ഒപ്പം ഒരു IAS ഓഫീസറെ കമ്മിറ്റി അംഗമായി വയ്ക്കുന്നു. അങ്ങനെ പഠിക്കാനാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല, ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റിയാണ് എന്നുള്ളതാണ് എടുത്തു കാണേണ്ട കാര്യം. അത്തരത്തിൽ ഈ സർക്കാർ സതുദ്ദേശത്തോടെ ചെയ്ത കാര്യത്തെ പൂർണ്ണമായും സർക്കാരിനെതിരെ തിരിക്കാനുള്ള നിലപാടാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം വിവാദങ്ങളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു കാണേണ്ട കാര്യം, ഈ വിഷയം സിനിമാ മേഖലയിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ ഇതിൽ തന്നെ പല ഘടകങ്ങളുണ്ട്. ഇന്നലെ ദീദി ദാമോദരൻ ഉൾപ്പെടെയുള്ളവർ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ വേതനത്തിൻ്റെ പ്രശ്നമുണ്ട്, അസമത്വത്തിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ പല വിഷയങ്ങളുമുണ്ട്. ഒപ്പം ലൈംഗിക ചൂഷണം നടക്കുന്നു എന്ന കാര്യം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുകയും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത് പൂർണ്ണമായും സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നിലവിൽ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മറ്റ് മുൻ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ തന്നെ ആ കാര്യത്തിൽ വ്യക്തമാക്കിയത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല. അതിനെ ഇന്നലെ AK ബാലൻ ഉദ്ധരിച്ചത്, അത് സോളാർ വിഷയത്തിൽ ജസ്റ്റിസ് ശിവരാജൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ്. അതിന് ചില പീഡന പരാതി ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു എന്ന ആരോപണം ഉൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ശിവരാജൻ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ആ വിഷയത്തിൽ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെ ഹർജി പോയ ഘട്ടത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത്, ഇത്തരം ഒരു കമ്മീഷന് മുന്നിൽ നൽകിയ ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല, അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന കാര്യം സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു ജുഡീഷ്യൽ കമ്മീഷനാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയുടെ ഉള്ള മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടാണ്. പക്ഷേ ഇതൊരു പഠന റിപ്പോർട്ടായതുകൊണ്ട് തന്നെ അത്തരം നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, സർക്കാരിലേക്ക് തന്നെ സമർപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയ ഒരു വിഷയത്തിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഈ അന്വേഷണം നടത്തുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത്തരം ഒരു വിവാദത്തിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ കേസ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, നിലവിൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം അത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതാണ്. ഹൈക്കോടതിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. സർക്കാരിനോട് ചില അഭിപ്രായങ്ങൾ ആരായുകയാണ് ഹൈക്കോടതി ചെയ്തത്. ഇതിൽ അന്വേഷിക്കാൻ സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ എന്ന കാര്യമൊക്കെ അത്തരമൊരു ചോദ്യമായി ചോദിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്. അന്തിമമായ വിധി ഹൈക്കോടതി കൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഹൈക്കോടതി
ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണമാകാം എന്ന് പറയുകയാണെങ്കിൽ അത് നടത്താം എന്ന കാര്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും കൃത്യമായി വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഈ മൊഴി നൽകിയ ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഒരു പരാതിയുമായി രംഗത്തെത്തിയാൽ അത് ഏത് പ്രമുഖൻ എന്ന് നോക്കാതെ നടപടിയെടുക്കും. നിയമ നടപടിയുമായി സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു വിജിൻ. വിജിൻ ഇപ്പോൾ പറഞ്ഞതുപോലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അവിടെ നടക്കുന്ന തൊഴിലിലുള്ള വിവേചനം, അതായത് സാമ്പത്തികമായിട്ടുള്ള അസമത്വമുണ്ട്, കൃത്യമായ വിവേചനം മറ്റു ചില തട്ടുകളിൽ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലൈംഗിക ചൂഷണം. ഇങ്ങനെ വളരെ പ്രത്യേകമായി തിരിച്ച് തന്നെ ഈ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചപ്പോൾ സാമ്പത്തികമായ അസമത്വമുണ്ട്, അല്ലെങ്കിൽ തുല്യവേതനം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എന്നതാണ്. അതുതന്നെയാണ് സർക്കാരിനെതിരായിട്ടുള്ള വ്യാജ പ്രചാരണം അഴിച്ചുവിടുന്നവർ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടത് മറ്റൊരു തരത്തിലാണ്. സർക്കാരിന് മേൽ ഇതുകൊണ്ട് പഴിചാരുക എന്നതല്ല. കാരണം ഏറ്റവും കൃത്യമായി വിജിൻ ഇപ്പോൾ സൂചിപ്പിച്ചു, കമ്മിറ്റി രൂപീകരിച്ചത് ആരാണ്? സർക്കാരാണ്. ഇതിൽ കൃത്യമായ ഒരു പഠന റിപ്പോർട്ട് ശേഖരിക്കാൻ തീരുമാനമെടുത്തതാരാണ്? സർക്കാരാണ്. അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു കേസ് എടുക്കുക എന്ന ഒരു തലത്തിലേക്ക് സർക്കാരിന് നിലവിൽ പോകാൻ കഴിയില്ല. ആരെങ്കിലും പരാതിയുമായി മുന്നിട്ട് വരികയാണെങ്കിൽ സർക്കാർ പൂർണ്ണമായും ഒപ്പം ഉണ്ടാകുമെന്ന വാക്കുകൾ മുഖ്യമന്ത്രിയുടേതാണ്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ഇന്നലെ ഒരുവിധം മന്ത്രിമാരെല്ലാവരും പ്രതികരിച്ചത് ഒരേ സ്വരത്തിലാണ്. നിരവധി പേരുടെ പ്രതികരണങ്ങൾ ഇന്നലെ തേടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറഞ്ഞത്, കോടതി ആദ്യം തീരുമാനിക്കട്ടെ, കോടതിയുടെ നിലപാട് വരട്ടെ, അതിനുശേഷം തുടർ കാര്യങ്ങളിൽ നമുക്കും ചർച്ച ചെയ്യാൻ തീരുമാനമെടുക്കാമെന്നതാണ്. ആ ഒരു വിഷയത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിലാണ് സർക്കാരിന് മേൽ ഈ നിലയ്ക്കുള്ള വ്യാജ പ്രചാരണം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇന്നലെ താരസംഘടന നടത്തിയ വാർത്താ സമ്മേളനം അവർ കൃത്യമായി ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു. പക്ഷേ മറുഭാഗത്ത് ജഗദീഷ് കൃത്യമായി ആ വിഷയങ്ങളെ ഓരോന്നിനെയും ഖണ്ഡിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പ്രതികരണം വൈകിയിട്ടില്ല, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പഠിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് എന്നത് ഇന്നലെ ഭാരവാഹികൾ ചർച്ചയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ, വൈകിയതിന് ക്ഷമാപണം ചോദിക്കുന്നു എന്ന കൃത്യമായ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് ജഗദീഷ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും ഇങ്ങനെ 2 തട്ടിലാണ് താരസംഘടനയിലെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നുള്ളത് വാസ്തവമാണ്.